ഡിയേഴ്സ്, ഇനി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പം ട്രയൽ ബാലൻസിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 കാര്യങ്ങൾ അടങ്ങിയതാണ്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് പ്രിപ്പയർ ചെയ്യും. വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണലും, ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ സാധാരണ രീതിയിലുള്ള ജേണൽസും പ്രിപ്പയർ ചെയ്യും. തുടർന്ന് ലെഡ്ജേഴ്സുകൾ പ്രിപ്പയർ ചെയ്യും. ലെഡ്ജർ അക്കൗണ്ട്സുകൾ, അതായത് ജേണലിലെ കാര്യങ്ങളൊക്കെ തന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? ട്രയൽ ബാലൻസിൻ്റെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു ട്രയൽ ബാലൻസ് ആണ്. അപ്പം ഇതൊരു ട്രയൽ ബാലൻസ് ആണ്. ഈ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസുകളും കാണിക്കും, ക്രെഡിറ്റ് ബാലൻസുകളും കാണിക്കും. ഈ ബാലൻസുകളൊക്കെ തന്നെ നമ്മൾ എഴുതുന്നത് എവിടെ നിന്നാണ്? ഓരോ ലെഡ്ജർ അക്കൗണ്ട്സുകളിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഡിസംബർ മാസത്തെ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് എത്രയാണെന്ന് നോക്കുന്നു. ആ ബാലൻസുകളൊക്കെ തന്നെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ബാലൻസിൻ്റെ കോളത്തിലും കാണിക്കുന്നു. ഓക്കെ, എന്നിട്ടത് ഈക്വൽ ആക്കുന്നു. ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈക്വൽ ആയിരിക്കും. ഈക്വൽ അല്ല എങ്കിൽ എറേഴ്സുകൾ ഉണ്ടാവും. എറേഴ്സുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. എറേഴ്സ് ഇല്ല എങ്കിൽ എന്തായിരിക്കും? തുടർന്ന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 കാര്യങ്ങൾ അടങ്ങിയതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. എന്തൊക്കെയാണ്? ഒന്ന്, ട്രേഡിംഗ് അക്കൗണ്ട്. അതൊരു അക്കൗണ്ട് രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ എക്സ്പെൻസും റൈറ്റ് സൈഡിൽ ഇൻകംസുമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാൻ. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ലെഫ്റ്റ് സൈഡിൽ എക്സ്പെൻസും റൈറ്റ് സൈഡിൽ ഇൻകംസുമാണ് റെക്കോർഡ് ചെയ്യുക. ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവുമാണ് പരിഗണിക്കുന്നത് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ഒരിക്കലും എന്തല്ല? ഒരു അക്കൗണ്ട് അല്ല, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനൊരു ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ കാണിക്കില്ല. കാരണം ഇതൊരു അക്കൗണ്ട് അല്ല. ഒരു അക്കൗണ്ടിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവുള്ളൂ. ഇത് സിംപ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 3 കാര്യങ്ങൾ അടങ്ങിയതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി യൂസേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി യൂസേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കുറേ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണത്? Normally they are classified as internal or external users depending upon whether they are inside the business or outside the business. ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളും ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകൾക്കും അനുസരിച്ച് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന ആളുകളെ ഇൻറ്റേർണൽ യൂസേഴ്സായിട്ടും എക്സ്റ്റേണൽ യൂസേഴ്സായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നെയിം. ഒരു ടേബിൾ, ഈ ടേബിളിൽ കാണിക്കുന്നുണ്ട് ഓരോ ആളുകളും അവർ ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതേപോലെ അവരുടെ ഇൻഫർമേഷൻസുകൾ എന്തൊക്കെയാണ്, അവർക്ക് ആവശ്യമായ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസുകൾ എന്തൊക്കെയാണ്. ഓണേഴ്സ് ഒരു ഇൻറ്റേർണൽ യൂസറാണ്. അവരുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിക്വയർമെൻറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, പ്രോഫിറ്റ് അറിയണം അല്ലെങ്കിൽ ലോസ് അറിയണം, അതേപോലെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. മാനേജർ ഇൻറ്റേർണൽ യൂസറാണ്. ഏജൻറ്റ് ഓഫ് ദ ഓണറാണ്. ഓണറുടെ ഒരു ഏജൻ്റായിട്ടാണ് മാനേജറിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഓണറാണ്. ഓക്കെ, അയാൾക്കും വേണമെന്ത്? പ്രോഫിറ്റിൻ്റെ ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ, ഈ കാര്യങ്ങളൊക്കെ അവർക്കും അറിയണം. അതേപോലെ ഗവൺമെൻറ് ഒരു എക്സ്റ്റേണൽ യൂസറാണ്. സെറ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ പബ്ലിക്. അവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എക്സ്റ്റേണൽ യൂസർ ആവുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫിനാൻഷ്യൽ പൊസിഷനും അതർ ഇൻഫർമേഷൻസുകളൊക്കെ തന്നെ ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ പ്രൊസ്പെക്റ്റീവ് ഓണർ ഉദ്ദേശിക്കുന്നത് ഓണറാവാൻ സാധ്യതയുള്ള ആളുകൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ.
ഇപ്പോൾ അവർ അല്ല, പക്ഷേ ഭാവിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാം. അവർ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവർക്കും വേണം ഞാൻ ഏത് സ്ഥാപനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും ലോസിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, സാമ്പത്തിക ഭദ്രത എത്രത്തോളമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവർക്കും അറിയണം. അതേപോലെ ബാങ്ക്സ് ഒരു എക്സ്റ്റേണൽ യൂസറാണ്. അവർ ലോണ് കൊടുക്കും, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലോൺ നൽകി സഹായിക്കും. അവർ നൽകിയ ലോൺ തിരിച്ച് കിട്ടുമോ, റിട്ടേൺ ഓഫ് ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ഇത് രണ്ടും തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യം അവർക്ക് അറിയണം. അതറിയണമെങ്കിൽ അവർക്കും കുറച്ച് ഇൻഫർമേഷൻസ് അറിയേണ്ടതായിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്, സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എത്രയാണ്, അസറ്റ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഉദ്ദേശിക്കുന്നത് എത്ര പെട്ടെന്ന് ഒരു അസറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ അവർ നോക്കും. കാരണം ഇൻ കേസ് ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ബാങ്ക് അത് ജപ്തി ചെയ്യും, എന്നിട്ട് അസറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യും, എന്നിട്ട് ബാങ്കിന് കിട്ടാവുന്ന പൈസകളൊക്കെ തന്നെ അതിൽ നിന്നും കുറേ ഈടാക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നടപടിയുടെ ഭാഗമായിട്ട് അവർക്ക് ഇത്തരം ഇൻഫർമേഷൻസുകളൊക്കെ ആവശ്യമാണ്. ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ? The payment of an investment are made for a purpose other than settlement of a liability is called expenditure. ഒരു ലയബിലിറ്റി കൊടുത്ത് തീർക്കാനല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മളൊരു എമൗണ്ട് ചിലവാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എക്സ്പെൻഡിച്ചേഴ്സിന് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ അക്വയറിംഗ് ആൻഡ് ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആർ നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ആക്കുക, അക്വയറിങ് അതായത് അസറ്റ് അക്വയർ ചെയ്യുക, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആക്കുക, ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന എമൗണ്ടാണെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒരു ഫിക്സ്ഡ് അസറ്റാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു ഫിക്സ്ഡ് അസറ്റാണ്, വെഹിക്കിൾസ് ഒരു ഫിക്സ്ഡ് അസറ്റാണ്, ഓക്കെ, ഫർണിച്ചർ ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഇത്തരം സാധനങ്ങളൊക്കെ, ഇത്തരം അസറ്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനും ഇതിൻ്റെ വാല്യൂസ് കൂട്ടാനും നമ്മൾ എന്തൊക്കെ ചിലവഴിച്ചോ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇറ്റ് ഈസ് ഇൻകേർഡ് ഫോർ അക്വയറിംഗ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന എമൗണ്ടാണെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ? ഇറ്റ് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവഴിക്കുന്നത്. അത്തരം എക്സ്പെൻഡിച്ചറുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദ അസറ്റ്സ് പർച്ചേസ്ഡ് ത്രൂ ദീസ് എക്സ്പെൻഡിച്ചർ ആർ നോട്ട് മെൻറ്റ് ഫോർ സെയിൽ. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത്തരം എക്സ്പെൻഡിച്ചർ ചെലവഴിക്കുന്നത്, അല്ലേ? ദ അസറ്റ്സ് പർച്ചേസ്ഡ് ത്രൂ ദീസ് എക്സ്പെൻഡിച്ചർ, ഈ എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് നമ്മൾ വാങ്ങിയ അസറ്റ്സുകളൊന്നും തന്നെ എന്തിനു വേണ്ടിയിട്ടല്ല? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇതിലുള്ള ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഒക്കെ തന്നെ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്? The expenses which are incurred as a routine business expenses. ഒരു നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ ബിസിനസ്സിനെ എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എമൗണ്ടുകൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റുട്ടീൻ ബിസിനസ് എക്സ്പെൻസസ്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന എമൗണ്ടുകളൊക്കെ തന്നെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയും. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്. ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഗുഡ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ്, വേജസും സാലറീസുമായിട്ട് നമ്മൾ എമൗണ്ടുകൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. റിപ്പയേഴ്സ് ഓഫ് മെഷീൻസ് ആൻഡ് ഫർണിച്ചറും മെഷീൻസുകളൊക്കെ തന്നെ റിപ്പയറുകൾ നടത്തേണ്ടതായിട്ട് വരും. അതിൻ്റെ സ്മൂത്ത് വർക്കിംഗ് കണ്ടീഷൻ നിലനിർത്താൻ അതും എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പേയ്മെൻറ്റ് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്,
സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൻ്റെ ഭാഗമായിട്ടും നമ്മൾ എന്തെങ്കിലും ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്തിൽ തന്നെയാണ് വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിലാണ് വരുന്നത്. ഫീച്ചേഴ്സ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് റിക്കറിങ് ഇൻ നേച്ചർ. അത് ആവർത്തന സ്വഭാവമുള്ളതാണ്. ഓക്കെ, റിക്കറിങ്. ഇറ്റ് ഡസ് നോട്ട് ആഡ് ടു ദ വാല്യൂ ഓഫ് അസെറ്റ്. അസറ്റിൻ്റെ വാല്യൂ കൂട്ടുന്ന ഒരു എക്സ്പെൻഡിച്ചർ അല്ല റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. ദ കറൻറ്റ് അസറ്റ്സ് പർച്ചേസ്ഡ് ത്രൂ ദീസ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ മെൻറ്റ് ഫോർ സെയിൽ. കറൻറ്റ് അസറ്റ്സ് ഈ ഒരു എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ സെയിൽ. അത് വിൽക്കാനുള്ള ഒരു ഐറ്റമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഐറ്റംസുകളൊക്കെ തന്നെ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കാൻ. ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. എനി എക്സ്പെൻഡിച്ചർ വിച്ച് ആർ ഇൻകേർഡ് ടു ഗീവ് ബെനഫിറ്റ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിനേക്കാളും കൂടുതൽ, ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിങ് പീരീഡിലേക്ക് ബെനഫിറ്റ്സുകൾ വന്നു ചേരുന്ന എക്സ്പെൻഡിച്ചറുകൾ, അതിനെയാണ് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ, പ്രിലിമിനറി എക്സ്പെൻസുകളൊക്കെ തന്നെ ഇതിന് എക്സാമ്പിൾസുകളാണ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം അതിൻ്റെ ബെനഫിറ്റ്സുകൾ സ്ഥാപനത്തിന് വന്നു ചേരും. അപ്പം ഒരുപാട് അക്കൗണ്ടിങ് പീരിയഡിലേക്ക് ബെനഫിറ്റ്സുകൾ വന്നു ചേരുന്ന ഐറ്റംസിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് വ്യത്യസ്ത അക്കൗണ്ടിങ് പീരിയഡിൽ നമ്മൾ ഈ ഒരു എക്സ്പെൻഡിച്ചറിനെ സ്പ്രെഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്തുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. എനിവേ അതിൻ്റെ എക്സാമ്പിൾസ് ഇത്രയാണ്. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നതും അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസുകളും. പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയെ കമ്പനിയാക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സ് ചെലവഴിക്കുന്ന എമൗണ്ടുകൾ, അതാണ് പ്രിലിമിനറി എക്സ്പെൻസുകൾ. ആ ഒരു എക്സ്പെൻസും നമ്മൾ ഏത് ഇനത്തിലാണ് കൗണ്ട് ചെയ്യുന്നത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി റെസീപ്റ്റ്സ്. നമ്മൾ എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് റെസീപ്റ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. റെസീപ്റ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു അസറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയും. എമൗണ്ട് റിസീവ്ഡ് ത്രൂ ക്യാപിറ്റൽ. ക്യാപിറ്റലായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു ചേരുന്ന എമൗണ്ടും ഏത് ഇനത്തിലാണ് പെടുക? ക്യാപിറ്റൽ റെസീപ്റ്റ്സിലാണ് പെടുക. അപ്പോൾ ഒന്ന്, നമ്മളൊരു അസറ്റ് വിറ്റ് കിട്ടിയ പൈസ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. ക്യാപിറ്റലായിട്ട് സ്ഥാപനത്തിലേക്ക് വന്നു ചേരുന്ന എമൗണ്ട് ഏത് ഇനത്തിലാണ് വരിക? ക്യാപിറ്റൽ റെസീപ്റ്റ്സിലാണ് വരിക. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് എല്ലാ റെസീപ്റ്റ്സുകളും നമ്മൾ ഷോ ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. അടുത്തത് റവന്യൂ റെസീപ്റ്റ്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദ റുട്ടീൻ റെസീപ്റ്റ്സ് ഓഫ് ബിസിനസ് ലൈക്ക് സെയിൽ ഓഫ് ഗുഡ്സ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒക്കെ എക്സെട്ര. അപ്പോൾ റുട്ടീനായിട്ട് നമുക്ക് വന്നു ചേരുന്ന റെസീപ്റ്റ്സുകളെയാണ് നമ്മളെന്ത് പറയുക? റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുക. റെൻ്റ് ഇനത്തിൽ നമുക്ക് വന്നു ചേരുന്നു, ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് വന്നു ചേരുന്നു, ഇൻട്രസ്റ്റ് നമുക്ക് വന്നു ചേരുന്നു, ഡിവിഡൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ റവന്യൂ റെസീപ്റ്റ്സുകളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഷോൺ ഐദർ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ഓർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്നുകിൽ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ആണ് റവന്യൂ റെസീപ്റ്റ്സ് റെക്കോർഡ് ചെയ്യുക. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ. ഓക്കെ.